നല്ലൊരു പ്രവർത്തനമുണ്ടോ, വികസനമുണ്ടോ? ഇരു മുന്നണികളും മാറി മാറി ഭരിച്ച് കേരളത്തെ കബളിപ്പിച്ച് അവസ്ഥ എന്താണ് കേരളത്തിന്റെ? അതുകൊണ്ടല്ലേ മാനിഫെസ്റ്റോയിലും മറ്റും ഭക്ഷ്യാരോഗ്യ സെക്യൂരിറ്റി കാർഡും മറ്റും ഉൾപ്പെടുത്തേണ്ടി വന്നത്. എന്തൊരവസ്ഥയാണിത്. നിങ്ങളൊരു വികസിത ഭാരതം ആലോചിക്കുന്നുണ്ടോ? ഒരു വികസിത കേരളം ആഗ്രഹിക്കുന്നുണ്ടോ? നോക്കാം. ഒന്നാമത് പോവർട്ടി. ലേറ്റസ്റ്റ് നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം ദാരിദ്ര്യമില്ലാത്ത അല്ലെങ്കിൽ ദാരിദ്ര്യം ഏറ്റവും കുറവുള്ളത് കേരളത്തിലാണ്. നേരെ മറിച്ച് BJP റൂളിംഗ് സ്റ്റേറ്റ്സ് ആയിട്ടുള്ള MP, UP, ഗുജറാത്ത്, അതുപോലെ ബീഹാർ 30 തൊട്ട് 40% വരെയുള്ള ജനങ്ങളും ഇപ്പോഴും പോവർട്ടി ലൈനിന് താഴെയാണ്. രണ്ടാമത് ഹെൽത്ത് ഇൻഡെക്സ് സ്കോർ കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ. ഒരു കാര്യം കൂടി നമ്മളിവിടെ കൂട്ടിച്ചേർക്കേണ്ടത്, കഴിഞ്ഞ നവംബർ 1-ാം തീയതി CM പിണറായി വിജയൻ സാറാണ് അതിദാരിദ്ര്യമുക്ത കേരളമായിട്ട് നമ്മുടെ സ്റ്റേറ്റിനെ പ്രഖ്യാപിച്ചത്. ഇനി ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിനാണ്. അതും നമ്മൾ കിടപിടിക്കുന്നത് ഡെവലപ്ഡ് കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസുമായിട്ടാണ്. അതായത് 6-ൽ 1000-ൽ 6. നേരെ മറിച്ച് MP, UP എന്താണ് 40+. ഈ അടുത്ത് ഗുജറാത്തിലെ നിയമസഭയിൽ ഒരു കണക്ക് പുറത്തുവിടുകയുണ്ടായി. അതായത് 100-ൽ 40 പിള്ളേരും ഗുജറാത്തിലുള്ളവർ മാൾന്യൂട്രീഷൻ ആണ്. ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ഒന്നും കിട്ടാതെ വളരുന്ന കുട്ടികളാണെന്നാണ്. അടുത്തതായിട്ട് പെൻഷൻ ആൻഡ് സേഫ്റ്റി നെറ്റ്. ഗവൺമെന്റ് എത്ര നമുക്ക് തരുന്നു എന്നും അതെങ്ങനെ തരുന്നു എന്നും നമുക്കറിയാം. നിങ്ങൾ സ്ക്രീനിൽ നോക്ക്, എത്ര കുറവാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നതെന്ന്. ഇനി അടുത്തത് ലോ ആൻഡ് ഓർഡർ. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം ഈ അടുത്ത് കേരളമാണ് ദ ടോപ്പ് മോസ്റ്റ് ഇൻ എവറി ഫീൽഡ്. അത് പോലീസിന്റെ അക്കൗണ്ടബിലിറ്റി ആയിക്കോട്ടെ, നമുക്ക് അവരോടുള്ള ആക്സസിബിലിറ്റി ആയിക്കോട്ടെ, ട്രാൻസ്പെറൻസി ആയിക്കോട്ടെ, മറ്റുള്ള ലീഗൽ എയ്ഡ് സർവീസുകൾ ആയിക്കോട്ടെ. ഇവിടെ ഒരു ജനതയും കേസ് കൊടുക്കാൻ അറിയാതെ, കേസ് കൊടുക്കാൻ പറ്റാത്ത, പൈസ ഇല്ലാത്ത മൂലം കേസ് കൊടുക്കാതിരിക്കില്ല, പ്രോപ്പർ ആയിട്ടുള്ള ചാനൽ വഴി പോയാൽ. എന്നാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അതല്ല സ്ഥിതി. നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ റിലേഷൻ ഉണ്ടോ, അതായത് നിങ്ങൾക്ക് ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയ കണക്ഷൻസ് ഉണ്ടോ, നിങ്ങൾക്ക് പൈസയുണ്ടോ, നിങ്ങൾ സമൂഹത്തിലെ ഉന്നത ജാതിയിലുള്ള ഒരാളാണോ, യു വിൽ ബി ട്രീറ്റഡ് വെൽ. അല്ലെങ്കിൽ there won't be any treatment, there won't be any justice. നിങ്ങൾ ഒരു സ്റ്റേറ്റ് കമ്മീഷന്റെ അല്ലെങ്കിൽ ഒരു മറ്റുള്ള ഡിസ്ട്രിക്ട് കോർട്സിന്റെ ഒരു ഓർഡർ സെർച്ച് ചെയ്യണം, നിങ്ങൾക്ക് കേസ് സ്റ്റാറ്റസ് വേണം, എന്തായെന്നറിയണം. നടക്കില്ല, അത് ഓൺലൈനിൽ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ആ ഡാറ്റ ട്രൂ അല്ല, ട്രാൻസ്പെറന്റ് അല്ല. എന്നാൽ കേരളത്തിൽ അതല്ല സ്ഥിതി. ഇനി അടുത്തത് ഡിജിറ്റൽ ലിറ്ററസി. നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്നറിയില്ല, കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് 100% ലിറ്ററസി കൈവരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഒരു 70+ അല്ലെങ്കിൽ ഒരു 75+ ആയിട്ടുള്ള ആരോട് വേണമെങ്കിലും വാട്സപ്പ് എങ്ങനെ യൂസ് ചെയ്യാം, കേരളത്തിൽ അറിയാം. അവർക്കറിയാം ഏകദേശം. എന്നാൽ സ്ത്രീകൾക്ക് ഇന്റർനെറ്റ് അവെയിൽ ചെയ്യാൻ പറ്റാത്ത ബാൻഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഉണ്ട്, വില്ലേജസ് ഉണ്ട്, ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട് ഇന്ത്യയിൽ. പഞ്ചായത്ത് സിസ്റ്റം. ഈ കഴിഞ്ഞ ബഡ്ജറ്റ് അലോക്കേഷനിൽ 28.5% കേരള സർക്കാർ സെൽഫ് ഗവൺമെന്റുകൾക്കായിട്ടുള്ള സെൽഫ് ലോക്കൽ ഗവൺമെന്റ്സിന് അലോക്കേറ്റ് ചെയ്തത്. എന്നാൽ ഈ പറഞ്ഞ ഗ്രാമസഭകളോ മറ്റുമെല്ലാം നിങ്ങൾ ഉത്തരേന്ത്യയിൽ നോക്കിയാലുള്ള അവസ്ഥ, അവിടെ ഗ്രാമസഭ അല്ലെങ്കിൽ 3 ടയർ സിസ്റ്റം എന്ന് പറയുന്നത് പേപ്പേഴ്സിലാണ്. അവിടെ ഒരു വില്ലേജ് ഹെഡ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ അവര് പറയണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആക്സസിബിലിറ്റി വേണം, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു സ്ട്രീറ്റ് ലൈറ്റ് വെക്കണോ, ബെഗ് ചെയ്യണം നിങ്ങൾ. അവിടെ ഒരു ഗ്രാമപഞ്ചായത്തോ ഗ്രാമസഭയോ ഒരു പ്രൊട്ടസ്റ്റോ റാലിയോ ഇല്ല, പ്രോപ്പർ ആയിട്ടുള്ള അതോറിറ്റീസ് ഇല്ല. ഇനി 50% വരെ വുമൺ റിസർവേഷൻ വന്നു. പ്രധാൻ പതി സിസ്റ്റം എന്നാ പറയാ, പ്രോക്സി സബ്സ്റ്റിറ്റ്യൂഷനാണ്. അതായത് സ്ത്രീകൾ ഇലക്ട് ചെയ്യുകയും അവരെ ജയിപ്പിക്കുകയും, എന്നാൽ അത് കൺട്രോൾ ചെയ്യുന്നത്, പവറിൽ വരുന്നത് ഭർത്താക്കന്മാരാണ്. അതാണോ കേരളത്തിലെ അവസ്ഥ? കാരണം സ്ത്രീകൾക്ക് അറിയില്ല. എത്ര പേര് ഇതിൽ പഞ്ചായത്ത് സീരീസ് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞെട്ടിപ്പോയി.
അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം വന്നത്, ഒരു NGOന്റെ ഭാഗമായിട്ട്. അവരുടെ കുടിവെള്ള പ്രശ്നം, സാനിറ്ററി പ്രശ്നം, എന്തിന് ഗ്യാസ്, LPG ഗ്യാസ്, ഉജ്ജ്വൽ യോജന, ഞെട്ടിപ്പോയിട്ടുണ്ട്. എട്ടാമതായിട്ട് ലൈഫ് എക്സ്പെക്ടൻസി ആണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ദൈർഘ്യം ഡ്യൂറേഷനിൽ ലൈഫ് ലീഡ് ചെയ്യുന്നത് കേരളൈറ്റ്സ് ആണ്, 75.1 വർഷം. ഇനി ഇത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ജീവിത നിലവാരം, നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ ജീവിക്കുന്ന സമൂഹം, നമ്മുടെ പൊല്യൂഷൻ, വേസ്റ്റ് മാനേജ്മെന്റ്, നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മുടെ പീസ് ഓഫ് മൈൻഡ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. 10 വർഷമായിട്ട് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഒന്നും പ്രോപ്പറായിട്ട് ഒരു ഗവൺമെന്റ് ചെയ്തില്ലെങ്കിൽ എന്തൊരു ഡിസഡ്വാൻറ്റേജ് ആണെന്നുള്ളത് എനിക്കറിയാം. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഈ ഉത്തരേന്ത്യയിലും അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഒന്ന് ട്രാവൽ ചെയ്താൽ മതി. എന്ത് വൃത്തികെട്ട ഉപയോഗശൂന്യമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളും തുറസായിട്ടുള്ള മലമൂത്ര വിസർജനം ചെയ്യുന്ന ആളുകളെയും, എന്തിന് കോടതികളിൽ വരെ, കോടതികളുടെ ഭിത്തികളിൽ വരെ മൂത്രമൊഴിച്ചു വെക്കുന്ന വ്യക്തികളുള്ള സ്ഥലങ്ങളുണ്ട്. അതാണ് കൂടുതൽ. അടുത്തതായിട്ട് ലാക്ക് ഓഫ് ഡ്രാമ. അതായത് കഴിഞ്ഞ 10 വർഷമായിട്ട് നാഷണൽ ക്രൈം റിപ്പോർട്ട്സ് ബ്യൂറോ പ്രകാരം ഒരൊറ്റ കമ്മ്യൂണൽ റൈറ്റ്സ് കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഇതെല്ലാം മറ്റുള്ള ഉത്തരേന്ത്യൻ, മദർ ലാൻഡ് എന്ന് പറയുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളിലെ അവസ്ഥ ഇതല്ല. അവിടുത്തെ ഇൻക്രീസ് ഇൻ ദ റൈസ് ഈസ് അലാമിങ്. അതിനുള്ള റിപ്പോർട്ട്സ് ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അടുത്തതായിട്ട് ലക്ഷറി ഓഫ് 24/7 വാട്ടർ, ഇലക്ട്രിസിറ്റി ആൻഡ് എനർജി. LPG ഗ്യാസ് കണക്ഷൻ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് 24 മണിക്കൂറും റണ്ണിങ് വാട്ടർ ലഭിക്കുക, ഇലക്ട്രിസിറ്റി ലഭിക്കുക, അതുപോലെ തന്നെ എനർജി ലഭിക്കുക. ഇതൊക്കെ കേരളത്തിലെ ബേസിക് ആണ്. എന്നാൽ കേരളം കഴിഞ്ഞ്, തമിഴ്നാട് കഴിഞ്ഞ്, കർണാടകയും കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് ലക്ഷറിയാണ്. LPG ഗ്യാസ് കണക്ഷൻ ഉണ്ട്, ഉജ്ജ്വൽ യോജന പ്രകാരം കണക്കുകൾ ഇതേ സൂചിപ്പിക്കുന്നു. എന്നാൽ കണക്ഷൻ എടുത്തവർ കോടികളാണ്, പക്ഷെ അത് റിന്യൂ ചെയ്തവർ വളരെ കുറവാണ്. കാരണം അവർ യൂസ് ചെയ്യുന്നില്ല. അവരതൊരു സ്റ്റാച്യു പോലെ, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഒരു ട്രോഫി പോലെ അവരവരുടെ വീടുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി വീട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് പ്രോപ്പർ ആയിട്ടുള്ള ഹൗസിംഗ് കൊടുക്കുക എന്നുള്ളത്. ഈ ലൈഫ് മിഷനും മറ്റുള്ള കാര്യങ്ങളെയും ഒരുപാട് പേര് ട്രോൾ ചെയ്യുന്നതായിട്ട് കണ്ടു. ഇതൊന്നും ഇല്ലാതെ ഷെഡുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും, ഏറ്റവും കൂടുതൽ സ്ലമ്മുകളുള്ള സ്ഥലത്ത് ആണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഈ ലൈഫ് മിഷന്റെ ഉപയോഗവും അതിൻ്റെ നോബിലിറ്റി നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും. അതായത് G20 സമ്മിറ്റ് നടക്കുന്ന സമയത്ത്, അറിയില്ല എത്ര പേരുണ്ടെന്ന്, നമ്മുടെ തലസ്ഥാനത്ത് നീല ഷെഡ് ഇട്ട്, നീല ഷീറ്റ് ഇട്ടിട്ടാണ് മൂടിയത് സ്ലംസിനെ. ബുൾഡോസർ കേസസ് എത്ര എണ്ണം, പ്രോപ്പറായിട്ടുള്ള പേപ്പറോ പ്രോപ്പറായിട്ടുള്ള അറേഞ്ച്മെന്റ്സോ ഇല്ലാതെ ഇറങ്ങിപ്പോവാൻ പെട്ടെന്നൊരു ദിവസം പറയുന്ന ഗവൺമെന്റിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതാണ് മറ്റുള്ള ഗവൺമെന്റ്സ്, ഒട്ടുമിക്ക മറ്റുള്ള ഗവൺമെന്റ്സും അതാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വികസിത ഭാരതം, വികസിത കേരളം, ഈ പറഞ്ഞ വികസിത കേരളമാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഈ പറഞ്ഞ പാർട്ടിയോട് ഒന്നു മാത്രമേ പറയാനുള്ളൂ, ഇതല്ല വേണ്ടത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളും യാത്ര ചെയ്തത് കൊണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഇതൊക്കെ നേരിട്ട് അനുഭവിച്ചതും കണ്ടിട്ടുള്ളത് കൊണ്ടായിരിക്കാം, ഒരു കാര്യം ഉറപ്പാണ്, കേരളം ഈസ് ദ ബെസ്റ്റ്. അവിടെ വർഗീയതയ്ക്കോ അതുപോലെ തന്നെ പോളറൈസേഷനോ അല്ലെങ്കിൽ ജാതീയതയ്ക്കോ അല്ലെങ്കിൽ ഒരു ഹിജാബ് കോൺട്രോവേഴ്സിക്കോ അതുപോലെ ഒരു ബുൾഡോസർ ട്രീറ്റ്മെന്റിനോ ഒന്നും നമ്മൾ അർഹരല്ല. നമ്മുടെ സോഷ്യൽ ഹാർമണി എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെയുള്ള മറ്റുള്ള പിന്തിരിപ്പൻ രാഷ്ട്രീയങ്ങളും ഐഡിയോളജീസുമായിട്ട് വരുന്നവരെ അൺമാസ്ക് ചെയ്ത് അവരെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ള, നിങ്ങളോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഗവൺമെന്റിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും വോട്ട് ചെയ്യുക. നന്ദി.